മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. സപ്ലൈകോയിലെ വിലവർദ്ധനവിനെതിരെ വീട്ടമ്മമാരുടെ പ്രതിഷേധം. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അങ്കമാലി സപ്ലൈകോയിലേക്ക് പിച്ചച്ചട്ടി മാർച്ചും ധർണയും നടത്തി. പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോയിലും വില കൂട്ടി പിണറായി സർക്കാർ പാവപ്പെട്ടവരെ ദ്രോഹിക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് ആരോപിക്കുന്നു. അവശ്യ സാധനങ്ങൾക്ക് 5 വർഷത്തേക്ക് വില കൂടില്ലെന്ന് വാഗ്ദാനം നൽകിയ സർക്കാർ ഇപ്പോൾ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. വില കൂട്ടി എന്ന് മാത്രമല്ല, സപ്ലൈകോയിൽ സാധനങ്ങളൊന്നും കിട്ടാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും മഹിളാ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. അങ്കമാലി ബാങ്ക് ജംഗ്ഷനിൽ നിന്നും പിച്ചച്ചട്ടിയുമേന്തി പ്രകടനം ആരംഭിച്ചു. വാഗ്ദാന ലംഘനം നടത്തി ജനങ്ങളെ വഞ്ചിച്ച പിണറായി സർക്കാർ രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സപ്ലൈകോയ്ക്ക് മുൻപിൽ നടന്ന ധർണ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ നമ്മോട് വാഗ്ദാനം ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഇല്ലേ? ഇവിടെ ഭരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ LDF സർക്കാർ ഭരണത്തിൽ വന്നാൽ യാതൊരു സാധനങ്ങളുടെയും വില അടുത്ത 5 വർഷത്തേക്ക് വർദ്ധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇവിടെ തൊഴിലാളി വർഗത്തോട് സ്നേഹമുള്ള, തൊഴിലാളി വർഗത്തിനാൾ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഭരണകർത്താക്കളാണ് വരുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും തൊഴിൽ നൽകും, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്നാണ് അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞത്. അന്ന് അവർ പ്രഖ്യാപിച്ച ഇതെല്ലാം കുട്ടി സഖാക്കൾ എല്ലാവരും കേരളമെമ്പാടും മുക്കും മൂലയിലും നടന്ന് പ്രസംഗിച്ചതാണ്. പക്ഷെ ഇന്ന് കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ഇന്ന് എല്ലാ സാധനങ്ങളുടെയും വില വർധനവാണ്. സർവത്ര വികസനം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തുകൊണ്ട് വന്ന ഭരണകർത്താക്കളുടെ കീഴിൽ ഇന്ന് കേരളത്തിൽ സർവത്ര വില വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപ്പ് മുതൽ മുളക്, കർപ്പൂരം എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ റോഡ് ടാക്സ് വില വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്തിന്? നമ്മൾ അനുദിനം ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വില പോലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാം ആ രീതിയിലെല്ലാം ഇന്ന് ഈ പിണറായി വിജയൻ സർക്കാർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് വാഗ്ദാനം ചെയ്ത ജോലി, അമ്മമാരായ നമ്മൾക്ക് നമ്മുടെ മക്കൾ പഠിച്ച് വലുതായി നല്ല ഒരു ഉദ്യോഗാർത്ഥി ആവണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇന്ന് അഭ്യസ്തവിധരായ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ അനുജന്മാർ തൊഴിലിന് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ മുട്ടിലെഴേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുപോലെ സർവ്വ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് പിണറായി വിജയൻ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരെയും റോട്ടിലിറക്കിക്കൊണ്ട് ഒരു വൻ മതിൽ തന്നെ തീർക്കുകയുണ്ടായി. പക്ഷേ അതിനുശേഷം കാശ്മീരും ഡൽഹിയിലും ഉന്നാവോയിലും എല്ലാം സ്ത്രീ പീഡന പരമ്പരകൾ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ, ഈ വലിയ മതിലിന്റെ ഉള്ളിൽ നമ്മൾ കേരളത്തിലെ ജനതകളെല്ലാം സുരക്ഷിതരായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അന്ന് മുതൽ ഇവർ ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ന് മുതലുള്ള ഓരോ ന്യൂസും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പെൺമക്കൾക്ക് നമ്മുടെ വീടുകളിൽ പോലും സുരക്ഷിതത്വം ലഭിക്കാത്ത സാഹചര്യമാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പിച്ചച്ചട്ടിയുമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ സപ്ലൈകോയും അതുപോലെ തന്നെ ലാഭം ഇതെല്ലാം തുടങ്ങുന്നത് എന്തിനാ? മാർക്കറ്റിൽ വില നിലവാരം ഉയരുമ്പോൾ അത് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ സംവിധാനമാണ്. 13 ഇനങ്ങൾ
അവിടെ സബ്സിഡി 70% സബ്സിഡി റേറ്റിൽ തരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഇവിടെ കാണുകയുണ്ടായി ഈ സബ്സിഡി ഇനം അവർ വെട്ടിക്കുറച്ചിരിക്കുകയാണ്, 35% ആയിരിക്കുകയാണ്. നമുക്കറിയാം 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിരുന്ന 100 രൂപയുടെ സാധനം നമുക്ക് ഏതാനും കാലങ്ങളിൽ 30 രൂപയ്ക്ക് ലഭിക്കുമെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ 60 രൂപ കൊടുക്കേണ്ട സാഹചര്യമാണ്. എന്നാൽ ഇല്ലാത്ത പൈസ കടം മേടിച്ചായാലും ഈ സാധനങ്ങൾ വാങ്ങാൻ ഈ സപ്ലൈകോ പോലെയുള്ള കേന്ദ്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു സാധനവും, അതായത് ഈ 13 ഐറ്റ സാധനങ്ങൾ അവിടെ ലഭ്യമല്ലാത്ത സാഹചര്യം. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അറിയാം, അവിടുത്തെ തൊഴിലാളികളോട് ചോദിച്ചാൽ അറിയാം എത്ര മാസമായി അവർക്ക് വേതനം ലഭിച്ചിട്ടെന്ന്. അങ്കമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ലാലി ആൻഡു അധ്യക്ഷയായിരുന്നു. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, DCC സെക്രട്ടറിമാരായ KP ബേബി, PV സജീവൻ, UDF നിയോജകമണ്ഡലം കൺവീനർ TM വർഗീസ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷാജി, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേരി വർഗീസ്, ജില്ലാ സെക്രട്ടറിമാരായ മീര അവറാച്ചൻ, ലിസി പോളി തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.